ബോഡി ഈസ് സ്ക്വീസിങ്. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ ആണ് ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിനും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഈ സ്ട്രെസ്സും സ്ട്രെയിനും നമ്മളിപ്പം ഡിഫൈൻ ചെയ്തു. എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഹൂക്സ് ലോ. Hooke's law is a fundamental principle in physics and material science that describes the relationship between stress and strain in elastic material. Elastic material അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്. ഇലാസ്റ്റിക് മെറ്റീരിയലിലുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് പറയുന്ന ലോ ആണ് ഹൂക്സ് ലോ. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ പറയുന്ന ലോ ആണ് ഹൂക്സ് ലോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോഡി അതിന്റെ ഒറിജിനൽ ഷേപ്പിൽ തന്നെ റീഗെയിൻ ചെയ്യും when the external force is removed. ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. അല്ലെങ്കിൽ deformation is very small. The amount of strain experienced by the material is directly proportional to amount of stress applied to it. അതായത് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. കണ്ടീഷൻ എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അത്ര മാത്രമേ ഉള്ളൂ ഹൂക്സ് ലോ. അത് മാത്രം പഠിച്ചാൽ മതി. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതാണ് ഹൂക്സ് ലോ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അതാണ് ഹൂക്സ് ലോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാലോ നമുക്ക്. ദാറ്റ് ഈസ് സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ. സിഗ്മ ബൈ എപ്സിലോൺ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ആ വാല്യൂവിനെയാണ് നമ്മൾ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് മെയിൻലി മൂന്ന് മോഡുലസ് ആണുള്ളത്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്. യങ്സ് മോഡുലസ് Y അല്ലെങ്കിൽ E വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ബൾക്ക് മോഡുലസ് K ആണ്. റിജിഡിറ്റി മോഡുലസ് നമ്മൾ N വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം യങ്സ് മോഡുലസ് എന്താന്ന് നോക്കാം. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷനാണ് യങ്സ് മോഡുലസ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു E എന്ന് പറഞ്ഞു. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു. ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഉദ്ദേശിക്കുന്ന അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ സ്ട്രെസ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെയിനിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്, ഷിയറിംഗ് സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ വയേഴ്സ്, റോഡ്, ബാർസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് F/A കണ്ടോ. ഇത്തരത്തിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത് വൈസ് ആയിട്ടാണ് സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദ സ്ട്രെസ്. കണ്ടോ, that produces a change in length per unit length in such cases. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് F/A കാരണം ലെങ്ത്തിലാണ് ചേഞ്ച് വരുന്നത്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഡെൽറ്റ L/A. അത്തരത്തിൽ അതിന്റെ റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലെങ്ത് വൈസിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. Y ഈക്വൽ ടു E ഈക്വൽ ടു F/A ബൈ ഡെൽറ്റ L/L. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. E or Y ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഇൻറ്റു ഡെൽറ്റ L. F/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്, ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഡെൽറ്റ L/L. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ L ബൈ ഡെൽറ്റ L കിട്ടും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ പറയുന്ന യങ്സ് മോഡുലസ്. അതുപോലെ തന്നെ ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ഷിയറിംഗ് മോഡുലസ് S അല്ലെങ്കിൽ N നമുക്ക് പറയാം. ഷിയറിംഗ് മോഡുലസ് S ഓർ N. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഷിയറിംഗ് സ്ട്രെയിൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ പാരലലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ഓൾട്ടേഴ്സ് ഓൺലി ദ ഷേപ്പ് ഓഫ് ദ ബോഡി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഷിയറിംഗ് സ്ട്രെസ് കാരണം ബോഡിയുടെ ഷേപ്പിലാണ് മാറ്റം വരുന്നത്, ലീവിംഗ് ദ വോളിയം അൺചേഞ്ച്. ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് ഷേപ്പ് ചേഞ്ചിനാണ് കാരണക്കാരൻ. അവിടെ ഷിയറിംഗ് സ്ട്രെസ് കാരണം വോളിയം ചേഞ്ച് ഉണ്ടാവുന്നില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പിന്നെ ആംഗിളിലാണ് നമ്മൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെയിൻ ഈസ് ദ ആംഗിൾ എക്സ്പ്രസ്ഡ് ഇൻ റേഡിയൻസ്. സ്ട്രെയിൻ ഫൈ ഈസ് ഈക്വൽ ടു ഡി ബൈ എൽ. സ്ട്രെസ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ. അപ്പോൾ ഷിയറിംഗ് മോഡുലസ് യൂണിറ്റ് ഒക്കെ മോഡുലസ് യൂണിറ്റ്സ് ആർ ഇൻ പാസ്കൽ. അപ്പോൾ ഷിയറിംഗ് മോഡുലസ് ഓഫ് വെലോസിറ്റി എസ് ഓർ എൻ ഈക്വൽ ടു എഫ് ബൈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ ഫൈ. ഷിയറിംഗ് സ്ട്രെയിൻ ഫൈ ആണ് ഡി ബൈ എൽ എന്ന് പറയുന്നത്. ഡി ബൈ എൽ. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ആ ഒരു ആംഗിൾ ഓഫ് ഷിയർ എന്ന് പറയുന്നത് ഫൈ. ആംഗിൾ ഫൈ. ദിസ് ആംഗിൾ ഫൈ. ആംഗിൾ ഫൈ. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഫൈ. ടാൻ ഫൈ നിയർലി ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു ഈ ഒരു ലെങ്ത് ഡി ആണ്. ഡി ഡിവൈഡഡ് ബൈ എൽ. ഡി ബൈ എൽ. അതാണ് സ്ട്രെയിന്. ചേഞ്ച് ഇൻ ഡയമണ്ട് ഷേപ്പ് ബൈ ഒറിജിനൽ ഷേപ്പ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഷേപ്പ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു ഇതിന്റെ ഒറിജിനൽ ഷേപ്പ് അല്ലെ. അപ്പൊ ഈ ഒരു ഷിയറിംഗ് പ്ലെയിനിൽ അതിന് ഷേപ്പ് ചേഞ്ച് ഉണ്ടായി. ഡി എന്ന് പറഞ്ഞ വ്യത്യാസത്തിലാണ്. ഇതാണ് ഡി ബൈ എൽ എന്ന് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഷിയറിംഗ് മോഡുലസ് ഓഫ് വെലോസിറ്റി ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ഓക്കെ ആണല്ലോ. ഷിയറിംഗ് മോഡുലസ് എസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഫൈ. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, അത് ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. അടുത്ത ബൾക്ക് മോഡുലസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെയിനിന്റെ കാര്യം പറഞ്ഞപ്പോൾ വോളിയോമെട്രിക് സ്ട്രെയിനിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്യുന്ന മോഡുലസ് ഓഫ് വെലോസിറ്റി ആണ് ബൾക്ക് മോഡുലസ്. കെ എൽ ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് വോളിയം സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ. അപ്പൊ എഫ് ബൈ എ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് സൈൻ കാണാം. അതെന്താണ് കാരണം? അപ്പൊ ഇവിടെ എന്താണ്, പ്രഷർ കൂടുന്തോറും അല്ലെങ്കിൽ സ്ട്രെസ് കൂടുന്തോറും വോളിയം കുറയുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. വോളിയം കുറയുന്നത് കൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. സിൻസ് എഫ് ബൈ എ ഈസ് ജനറലി പ്രഷർ വി മേ റൈറ്റ് എഫ് ബൈ എ ജനറലി പ്രഷർ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു പുഴ. അപ്പൊ പുഴയുടെ അടിത്തട്ടിലോട്ടേക്ക് പോകുന്തോറും നമുക്കറിയാം എങ്ങനെയാണ് അവിടുത്തെ കുമിളകള്. അപ്പൊ നമുക്ക് ബബിൾസ് നോക്കിക്കഴിഞ്ഞാൽ അടിത്തട്ടിലോട്ടേക്ക് പോകുന്തോറും ചെറിയ ചെറിയ ബബിൾസ് ആയിരിക്കും. എന്നാൽ മുകളിലോട്ടേക്ക് വരുന്തോറും ആ ഒരു വെള്ളത്തിന്റെ പുഴയുടെ മുകളിലോട്ടേക്ക് വരുന്തോറും ബബിൾസിന്റെ വലിപ്പം കൂടും അല്ലെ. അപ്പൊ പുഴയുടെ ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ വെരി ഹൈ ആണ്. അപ്പൊ ഹൈ പ്രഷർ ആണ്. അപ്പൊ എന്താണ്, കുമിളകൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ബബിൾസ് ആയിരിക്കും. അപ്പൊ ഹൈ പ്രഷറിന് വോളിയം കുറവാണ്. എന്നാൽ മുകളിലോട്ടേക്ക് വരുന്തോറും വലിയ വലിയ ബബിൾസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മുകളിൽ പ്രഷർ കുറവാണ്, ബബിൾസിന്റെ വലിപ്പം കൂടി അല്ലെ, വോളിയം കൂടി. അപ്പൊ പ്രഷറും വോളിയവും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നത്. അപ്പോൾ സിൻസ് എഫ് ബൈ എ ജനറലി പ്രഷർ തന്നെയാണ്, സ്ട്രെസ് വോളിയം സ്ട്രെസ് എഫ് ബൈ എ, അത് കാരണം ആ ഒരു സ്ട്രെസ് കാരണം വോളിയത്തിലാണ് ചേഞ്ച് വന്നത്. വോളിയം സ്ട്രെയിൻ ആണ് ഡെൽറ്റ വി ബൈ വി. ഓർക്കേണ്ട കാര്യം പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ അവിടെ വന്നത്. അപ്പോൾ ബൾക്ക് മോഡുലസ് കെ ഈസ് ഈക്വൽ ടു minus f by a divided by delta v by v or minus p f by a. f by a is generally pressure ആണ്. minus p by delta v by v. v മുകളിലോട്ട് കൊണ്ടുവന്നു. k is equal to minus pv by delta v. അപ്പൊ നെഗറ്റീവ് സൈൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ബൾക്ക് മോഡുലസ് നമ്മൾ പറയുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.